മുറാഴ കൂളിച്ചാലിൽ അതിഥി തൊഴിലാളിയെ വെട്ടിക്കൊന്ന പ്രതിയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അഭിനന്ദന പ്രവാഹം. മുറാഴ കൂളിച്ചാലിലെ മനോജാണ് പ്രതിയായ പശ്ചിമബംഗാൾ സ്വദേശി സുജയ് കുമാറിനെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. മൊറാഴ കൂളിച്ചാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ പതിവായി മൊട്ടമ്മൽ ചെമ്പരവയലുകാരൻ KV മനോജ് കുമാറിന്റെ ഓട്ടോയാണ് യാത്രക്കായി വിളിക്കാറുള്ളത്. കൊല നേരത്തെ ആസൂത്രണം ചെയ്ത സുജയ് കുമാർ ഞായറാഴ്ച പകൽ തന്നെ മനോജിനെ വിളിച്ച് രാത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. രാത്രി 8ഓടെ പെട്ടെന്ന് സ്റ്റേഷനിലെത്തിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും സുജയ് കുമാറിന്റെ വിളിയെത്തി. സുജയ് കുമാറിനെയും കൂട്ടി കണ്ണൂരിലേക്ക് പോകുന്നതിനിടെയാണ് കൂളിച്ചാലിലെ ദാമോദരൻ ഫോണിലൂടെ കൊലപാതക വിവരം മനോജിനെ അറിയിച്ചത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിലും ദാമോദരൻ വിവരം അറിയിച്ചു. വളപട്ടണം സ്റ്റേഷൻ വഴി പോകാനും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഓട്ടോ കയറ്റാനും മനോജിന് നിർദ്ദേശം ലഭിച്ചു. ഇന്നലെ ഈ പ്രതി എന്ന് പറഞ്ഞ കക്ഷി എന്നെ സമീപിച്ച് എൻ്റെ അനിയൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി 1 മണിക്ക് പോകണമെന്ന് പറഞ്ഞു എന്നെ ഒരു ട്രിപ്പ് ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞേരം കൊണ്ടും വിളിച്ചിട്ട് 8 മണിക്ക് തന്നെ പോകണം, അവനവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് 7-8 മണിക്ക് സമയത്ത് ഇവിടുന്ന് വിട്ടു. ഇവിടുന്ന് വിട്ട് പാതി വഴി പിന്നിട്ടപ്പോൾ ഇവിടെയുള്ളൊരു കച്ചവടക്കാരനുണ്ട്, ദാമോദരൻ എന്ന് പറഞ്ഞ ആൾ. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വണ്ടിയിലിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രതിയാണ്, ഇവിടുന്ന് കൊലപാതകം നടത്തിയിട്ടാണ് പോയത്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ സ്റ്റേഷനിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാനൊരു ധൈര്യം കൈവിടാതെ അവനുമായി, എനിക്ക് അറിയാവുന്ന ഒരാളായിരുന്നു, ഇവിടെ കുറച്ച് കാലമായിട്ട് കണ്ടു പരിചയമുള്ളതാണ്. അങ്ങനെ അവനുമായിട്ട് സംസാരിച്ച് അവന് സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ അവിടെ അവനെയും കൊണ്ട് സ്റ്റേഷനിൽ എത്തിച്ച് അവർക്ക് കൈമാറി. സുജയ് കുമാറിന് സംശയം തോന്നാതിരിക്കാൻ റോഡ് മോശമായതിനാലാണ് വഴി മാറിപ്പോകുന്നതെന്നും പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റേഷനിൽ പോലീസുകാർ തയ്യാറായി നിന്നിരുന്നു. ഓട്ടോ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ എത്തിയതോടെ പോലീസുകാർ ഓട്ടോ വളഞ്ഞ് സുജയ് കുമാറിനെ പിടികൂടുകയും ചെയ്തു. അല്പം വൈകിയിരുന്നുവെങ്കിൽ സുജയ് കുമാർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെടുമായിരുന്നു. ഈ ശ്രമമാണ് മനോജിന്റെ ഇടപെടലിലൂടെ പൊളിഞ്ഞത്. നാട്ടിലേക്ക് പോവാതെ മറ്റെവിടെയെങ്കിലും ഒളിവിൽ പോകാനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ഇങ്ങനെ സംഭവിച്ചാൽ ഇയാളെ കണ്ടെത്താൻ പോലീസിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നു. സംഭവത്തെ തുടർന്ന് മനോജിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭിനന്ദനം പ്രവഹിക്കുകയാണ്. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് കൂളിച്ചാൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മനോജിനെ ആദരിച്ചു. പ്രസിഡന്റ് AV വേണുഗോപാൽ ഉപഹാരം നൽകി. മാനേജർ C അശോക് കുമാർ, ഓട്ടോ ഡ്രൈവർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.